വയനാട് വടക്കനാട് ഇറങ്ങിയ കാട്ടുകൊമ്പൻ മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചു. ഇന്ന് രാവിലെയാണ് മുട്ടിക്കൊമ്പനെ വനം വകുപ്പ് സംഘം മയക്കുവെടി വെച്ചത്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, എങ്ങനെയാണ് മയക്കുവെടി വെക്കാൻ സാധിച്ചത്? 10-12 ദിവസത്തെ അതീവ കഠിനമായ ശ്രമം ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കമൽ? മോത്തി, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ 4 കുങ്കിയാനകൾ ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ കുങ്കിയാനകളെ ഇങ്ങോട്ട് എത്തിക്കുന്ന ദൃശ്യങ്ങൾ, ഈ മയക്കുവെടി വെച്ച സ്ഥലത്തേക്ക് 2 വനംവകുപ്പ് എലിഫന്റ് ആംബുലൻസുകളിലായി എത്തിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും ഇന്ന് രാവിലെ ഒരു 5:30-യോടെയാണ് മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചത്. 12 ദിവസമായി ദൗത്യസംഘം 80ഓളം ആളുകൾ ഉൾപ്പെടുന്ന ദൗത്യസംഘം ഈ ആനയെ പിന്തുടരുകയായിരുന്നു. ഏതാണ്ട് ഒരു മാസം മുമ്പ് വടക്കനാട് ഒരാളെ കൊലപ്പെടുത്തിയതോടെയാണ് മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. വർഷങ്ങളായി അവിടെ കൃഷി നശിപ്പിക്കുന്ന ഒരു ആനയാണ്. അതിനെയാണ് പിടികൂടാൻ തീരുമാനിച്ചത്. പക്ഷേ കുറേ ദിവസങ്ങളായി ദൗത്യസംഘത്തെ വലയ്ക്കുകയായിരുന്നു മുട്ടിക്കൊമ്പൻ. പലപ്പോഴും ദൗത്യസംഘം അടുത്തെത്തും, പലതവണ മയക്കുവെടി വെച്ചു. പക്ഷേ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഈ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്തുകൂടെ അതിവേഗതയിൽ സഞ്ചരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈൽഡ് ലൈഫ് വാർഡൻ മാധ്യമങ്ങളോട് പറഞ്ഞത്, വെരി ഇന്റലിജന്റ് ആൻഡ് ഫാസ്റ്റ് മൂവിംഗ് ആനിമൽ ആൻഡ് ഹി നോസ് ദ ടെറിട്ടറി വെൽ എന്നാണ്. അതായത് ഈ സ്ഥലത്തെ കുറിച്ച് നല്ല ധാരണയുണ്ട്, എവിടെ പോയി ഒളിക്കണം എന്ന്, എവിടെ ഒളിക്കാൻ പറ്റും, എവിടെ വെള്ളമുണ്ട്, എവിടെ കാടുണ്ട് എന്നൊക്കെ കൃത്യമായ ധാരണയുള്ള ആനയാണ്. അതാണ് ഈ ദൗത്യം ദുഷ്കരമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കൊണ്ടുപോവുക കമൽ? മുത്തങ്ങ ആനപ്പന്തിയിലാണ് എത്തിക്കുക. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യണം, ആനയെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. എന്തായാലും തൽക്കാലം ഇപ്പോൾ കുങ്കിയാനകളെ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി മുത്തങ്ങ ആനപ്പന്തിയിൽ വനംവകുപ്പിന്റെ ആന ക്യാമ്പിലാണ് എത്തിക്കുക. മോത്തി, ശരി. കുങ്കിയാനകളെ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി, മാത്രമല്ല അവിടെ നിന്ന് എപ്പോഴേക്ക് മുട്ടിക്കൊമ്പനെ ഈ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും? ഈ കുങ്കിയാനകൾ ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കോന്നി സുരേന്ദ്രൻ, അതുപോലെ വടക്കനാട് കൊമ്പൻ തുടങ്ങിയ കുങ്കിയാനകൾ, 4 കുങ്കിയാനകൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ മറ്റൊരു ഭാഗത്തായിരുന്നു. അപ്പോൾ അവരെ കാട്ടിൽ കൂടി നടത്തിച്ചു കൊണ്ടുവരാൻ സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ എലിഫന്റ് ആംബുലൻസ് എത്തിച്ച് അതിൽ കയറ്റി ഇങ്ങോട്ട് എത്തിക്കാൻ തീരുമാനിച്ചത്. ഇനി വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. ഇനി ആന മയങ്ങുന്നതിനനുസരിച്ച് ആനയെ തള്ളിക്കൊണ്ടുവന്ന് ഈ ലോറിയിൽ കയറ്റണം. അതിനുശേഷം എന്തായാലും ഒരു 1-2 മണിക്കൂറിനുള്ളിൽ മുത്തങ്ങയിൽ എത്തിക്കാൻ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ദൗത്യസംഘത്തിന്റെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്താണ് കാട്ടിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് കൃത്യമായ വിവരം ലഭിക്കുന്നതേ ഉള്ളൂ. നമ്മളും ഈ കുങ്കിയാനകൾക്ക് പുറകെ അങ്ങോട്ട് എത്തുകയാണ്. വടക്കനാട് എത്തിക്കഴിഞ്ഞു. ഇനി ആ മേഖലയിലേക്ക് എത്തണം. മോത്തി, ശരി. കമലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. താത്തൂർ മേഖലയിൽ നിന്നാണ് മുട്ടിക്കൊമ്പനെ വെടിവെക്കാനായത്, മയക്കുവെടി വെക്കാനായത്. കുറച്ച് ദിവസങ്ങളായി ആകെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയായിരുന്നു ഈ മേഖലയെ ഒന്നടങ്കം. വളരെ ബുദ്ധിശാലിയാണ്, എവിടെയാണ് മറഞ്ഞിരിക്കേണ്ടതെന്ന് കൃത്യമായി മുട്ടിക്കൊമ്പന് അറിയാമായിരുന്നു എന്നതാണ് പറയുന്നത്. വളരെ വേഗത്തിലുമാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്, മനുഷ്യനെ കളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഒടുവിൽ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞു.